ഗൈസ് അവളോട് അറിയില്ലണം മാളുതാ കേറി കേറി പൊട്ടിച്ചിരിക്കും മാളു പൊട്ടിച്ചിരിക്കേ. ഇവിടെ എല്ലാവരും ഉറക്കാണ്, നമ്മൾ മാത്രം എണീച്ചിട്ട്. സമയം ഇപ്പം 3-3:30 കഴിഞ്ഞു. ഹേ ഗായ്സ്, ആദ്യം തന്നെ ഒരുപാട് സോറി പറയുന്നു. കാരണം വീഡിയോ ഒരുപാട് ലേറ്റായി. എനിക്കറിയാം, എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്ന്. പക്ഷെ അതിന് പറ്റിയില്ല. ട്രിപ്പും കാര്യങ്ങളൊക്കെ ആയിട്ടും വിരുന്ന് അങ്ങനെ ഒരുപാട് കാര്യം. പിന്നെ ലോങ് വീഡിയോസ് എഡിറ്റ് ചെയ്യാൻ കുറച്ച് ടൈമും എടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ. പ്ലീസ് സോറി. കല്യാണമാകുമ്പോഴേക്കും നല്ല ടെൻഷനായി, സൗണ്ടൊക്കെ പോയി, തണുപ്പ് പിടിച്ചൊന്നും പറയണ്ട. ഫുൾ ടയേർഡായിട്ടാണ് ഉണ്ടായത്. പിന്നെ രാവിലെ തന്നെ ആയിരുന്നു മുഹൂർത്തം. അതുകൊണ്ട് നേരത്തെ തന്നെ എണീക്കേണ്ടി വന്നു, റെഡി ആവേണ്ടി വന്നു. 3-3:30 ആകുമ്പോഴേക്കും എണീച്ചു. ഹെയറൊക്കെ സെറ്റ് ചെയ്യാൻ കുറച്ചധികം സമയം എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഫസ്റ്റ് ടൈമാണ് ഞാൻ വെഡ്ഡിങ് ലുക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതെങ്ങനെ ഉണ്ടാവും, ഏത് ഹെയർ സ്റ്റൈലാണ് ചെയ്താൽ നന്നാവുക ഒന്നും എനിക്കറിയില്ലായിരുന്നു. ഇപ്പം എനിക്കൊരു ഐഡിയ ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ചെയ്താൽ നന്നാവുമായിരുന്നു എന്നൊരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. ആ ഒരു ടൈം നമ്മൾ ടെൻഷനിൽ ഓക്കെ എങ്ങനെയെങ്കിലും ചെയ്യുക, എങ്ങനെയെങ്കിലും മാറ്റിയിട്ട് പോയാൽ മതി എന്നുള്ളൊരു ഇതിലാണ് ഉണ്ടായത്. ഞാൻ എല്ലാവരുടെയും കാര്യമല്ല, ഞാൻ അങ്ങനെയാണ് ഉണ്ടായത്. ഗൈസ്, അപ്പോൾ എനിക്ക് മേക്കപ്പ് ഇടുന്ന ചേച്ചി വീണ ചേച്ചിയാണ്. ബ്യൂട്ടി ബൈ വീണ എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് അവർക്ക്. ഞാനും പേജ് വഴിയാണ് അവരെ കോൺടാക്ട് ചെയ്തത്. അപ്പം നല്ല കംഫർട്ടായിട്ട് തോന്നി അവരോട്. അവർ മേക്കപ്പ് ചെയ്യുമ്പോൾ നമുക്കറിയാത്ത ആളല്ലേ, സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷേ എനിക്ക് അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. നല്ല കംഫർട്ടായിട്ട് തോന്നി. നമുക്ക് എന്താണോ വേണ്ടത് അതിനനുസരിച്ചാണ് ചെയ്തു തന്നത് ചേച്ചി. കുടിക്കൂല, തിന്നില്ല. അമ്മ അങ്ങോട്ട് ഇട്, നല്ലുണ്ട് നല്ലുണ്ട്. ഷെയ്ഡ് മാറ്റാണ്ട് കുറച്ചും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ നന്നായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നി. കാരണം കല്യാണം തൊട്ട് മുമ്പ് നമ്മുടെ നെറ്റിച്ചുട്ടി വെച്ചിട്ടില്ല, അതിൻ്റെ അവിടെയൊക്കെ ജസ്റ്റ് പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് വലിയ പ്രശ്നമില്ല. പിന്നെ നമ്മൾ വെയിലത്ത് പോയി, അതിന് മുമ്പ് ഫോട്ടോഷൂട്ടിന് പോയി, അപ്പോഴൊക്കെ ജസ്റ്റ് ഒന്ന് പോയിട്ടുണ്ടായിരുന്നു. ഞാൻ ടിഷ്യൂ വെച്ച് തുടച്ചുകൊണ്ടായിരിക്കാം. പക്ഷെ ആ വിഷമം നമ്മൾ റിസപ്ഷന് മാറ്റി. റിസപ്ഷൻ ചേച്ചി അടിപൊളിയാക്കി തന്നിട്ടുണ്ടായിരുന്നു. വെഡ്ഡിങ്ങിൻ്റെ എനിക്ക് കൂടുതൽ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നെല്ലാം കൺഫ്യൂഷനായിരുന്നു. അപ്പം എല്ലാം ഓക്കെ ആയി. ഗൈസ്, ഇന്നെൻ്റെ കല്യാണമാണ് ഗൈസ്. കേറി മാളു ഫസ്റ്റ് കയറണ. ഗൈസ് അവളോട് അറിയില്ലണം. നമ്മുടെ മാളുവിൻ്റെ കല്യാണം. മാളുതാ
കേറ് കേറ്. പോട്ടെ ബൈ. താങ്ക് യു ട്ടാ മമ്മി. ആ ഇത് മടിയിലിരുന്ന സീനാവോ? ചാർജ് ചെയ്യാനുണ്ടോ? ഇതാ നോർമൽ. കണ്ണാടിയിലൊക്കെ ഓടിച്ചോടത്തിന്റെ വെച്ചിൽ അടക്കിയുണ്ടോ? തറവാട്ടുണ്ടാവൂലേ? തറവാട്ടിലുണ്ട്. അത് മതിയാ. രാത്രി ലേറ്റ് ആയിട്ട് ഉറങ്ങി രാവിലെ നേരത്തെ എണീച്ചുകൊണ്ട് നമ്മൾ കാറിൽ കയറിയാണ് ഉറങ്ങിപ്പോയി ഗൈസ്. അതിന്റെ കാര്യമാണ്. ഈ ബാഗ് എടുക്കണ്ടല്ലോ. നമുക്ക് സിംഗിൾ പിക്ക് എടുക്കാന്ന് പറഞ്ഞിട്ട് ഫോട്ടോഗ്രാഫർ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അങ്ങനെ അവിടെ ഇറങ്ങി. പക്ഷെ ഞാൻ ഫോട്ടോ എടുക്കാൻ പോലും അത്രയും കംഫർട്ടബിൾ ആയിരുന്നില്ല. കാരണം മുഹൂർത്തം എടുക്കാറാവുമ്പോഴേക്കും എനിക്ക് നല്ല ടെൻഷനാണ്. ഞാൻ എന്തോ ഫോട്ടോയിൽ വരെ പേടിച്ച് നിൽക്കുന്ന പോലെ നിന്നത്. അതുകൊണ്ട് അത്യാവശ്യം കുറച്ച് ഫോട്ടോസ് മാത്രമേ കിട്ടിയിട്ടുണ്ടായിട്ടുള്ളൂ. എന്തിനാണ് ചിരിക്കുന്നത് ബ്രോ? അബേട്ടാ അവിടത്തേക്ക് ലുക്ക് കൊടുത്തിട്ട് പതുക്കെ ക്യാമറയിലേക്ക് നോക്കി. നോക്കി ചിരിച്ചു പറയുമ്പോ ക്യാമറ നോക്കിയാലോ. കണ്ണ് പഠിച്ചെടുക്കല്ലേ. മര്യാദ കഴി. ദൂരേക്ക് നോക്കി. കൈ അവിടെ താഴെ വെച്ചോ. പൊട്ടിച്ചിരിക്കും ആളോ? പൊട്ടിച്ചിരിക്കേ. മറ്റേ ഷൈജോട്ട് പറയല്ലേ പൊട്ടിച്ചിരിക്കേ. കാലൊന്നും കാല് വെച്ച് പോട്ടെ, കുറച്ചും കൂടി മുന്നോട്ടേക്ക് വരട്ടെ. ഇതിൻ്റെ മുകളിൽ കാല് വെച്ചിരിക്കുന്ന കുറച്ച് ഇങ്ങോട്ട്. ആ വല്ല സാരി കുളത്തിൽ പോകല്ല. എണീക്കുമ്പോൾ കുളത്തിൽ പോറേ. അടിയിൽ കുളത്താനുള്ള ഒരു സുനിയുണ്ട്. ഓക്കെ. ആ ഇങ്ങോട്ടോക്കി. ആ അതെ. ഓക്കെ. അതല്ല ഇരുന്നോ. എടി നല്ല ചിരിയാന്നേ ക്യാമറയിൽ നോക്കിയിട്ട്. സാരി അല്ല, കൈ മാറ്റണമെന്നില്ല. കൈ മുകളിൽ മുട്ടിന് മുകളിൽ. അവര് വെയിറ്റ് ചെയ്യല നമ്മളെ. ഡെക്കറേഷൻ പോയി നോക്കണേ.
കണ്ടില്ലേ, പിന്നെ എൻ്റെ ടെൻഷൻ ഡെക്കറേഷൻ എങ്ങനെ ഉണ്ടാവും ഓർത്തിട്ടാണ്. കാരണം ഞാനാണ് അത് ചൂസ് ചെയ്തത്. ബഡ്ജറ്റും പ്രൈസൊക്കെ നോക്കിയിട്ട് ബ്രൈഡൽ എൻട്രി, ഡെക്കറേഷൻ, നമ്മുടെ നെയിമിംഗ് ബോർഡ്, പക്ഷെ എല്ലാം ഒന്നിനൊന്ന് മെച്ചാക്കിയിട്ട് അടിപൊളിയാക്കി തന്നിട്ടുണ്ട്. താമര വെഡ്ഡിങ്സ് എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പേജാണ് എനിക്ക് ചെയ്തു തന്നത്. അടിപൊളിയാക്കി തന്നിട്ടുണ്ട്. അതും ഞാൻ താഴേക്ക് കൊടുക്കാം. നിങ്ങൾ എന്തെങ്കിലും ഇവൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്താൽ മതി. ഈ കാട്ടിലോട്ട് റേഡിയോ പോലെ അങ്ങനെ നടക്കണോ? വേറെ അങ്ങോട്ട് പോയിക്കോ. എനിക്ക് നല്ല ടെൻഷൻ ആവുന്നുണ്ട് ഗൈസ്. എന്റെ സൗണ്ട് എല്ലാം പോയി. ചെക്കൻ വന്നിട്ടുണ്ട്, പക്ഷെ നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. വിവേകേട്ടാ ഒന്നല്ല, ബ്രൈഡൽ എൻട്രി ആണ്. നോക്കുന്ന്
വൈഭോഗമേ രാമ കല്യാണ വൈഭോഗമേ भक्तजन परिपाल भरित शरजाल भक्तजन परिपाल भरित शरजाल भुक्ति मुक्ति दलील भूदेव पाल सीता कल्याण वैभोगमे राम कल्याण वैभोगमे परमेशनुत गीत भवजलधि पोत परमेशनुत गीत भवजलधि पोत तरणि कुल संजात त्यागराजनुत सीता कल्याण वैभोगमे राम कल्याण वैभोगमे 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 ഇല്ല ഞാനും എടുക്കും മാള് പറഞ്ഞല്ല എനിക്ക് വെള്ളം വേണ്ടേ ഇവിടെ കൂറ്റൊന്നുമില്ല വെള്ളം കുടിച്ചിട്ട് കാര്യം കാണുന്നില്ലല്ലോ വണ്ടിയിലാ എല്ലാരും ഉണ്ടാകും
വൃത്തിയാക്കി വെച്ചില്ലേ? ഹലോ